ഹായ് ഹലോ രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ആദ്യം തന്നെ അമ്മ പറയട്ടെ, നമ്മുടെ വീഡിയോ എത്ര സമയത്തിനാണ് ഇടണമെന്ന് നമ്മ ഇതുവരെ പിൻ ചെയ്ത് വെച്ചിട്ട് ഒന്നുമില്ല. അപ്പൊ എല്ലാവരുടെയും അറിവിലേക്ക് പറയാണ്, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:30 സ്റ്റാർട്ടിങ് കേട്ടോ. അപ്പൊ ഇടുന്നുണ്ട് വീഡിയോ, നമ്മൾ വീഡിയോ അപ്പം ഇടുന്നുണ്ട്. അപ്പൊ എല്ലാവരും അത് കാണണം. എല്ലാവരും സപ്പോർട്ട് ഉണ്ടെന്ന് എനിക്ക് അറിയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റമൊക്കെ അല്ലേ, നാവുകുമ്പ് പിഴവ്. കാരണം എന്താ വെച്ചാൽ അത് ഞാൻ പറയാം, അതെല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ഭൂമിദേവിയെ തൊട്ട് തലയിൽ വെക്കണ സമയത്ത് കൈ ഇങ്ങനെ ഭൂമിയിലേക്ക് പതിഞ്ഞു. അതോടുകൂടി പാദസ്പർശം എന്നുള്ളത് കരസ്പർശം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ എഡിറ്റ് ചെയ്ത് വിട്ടതിന് ശേഷം കേട്ടോ എൻ്റെ ശ്രദ്ധയിൽ പതിഞ്ഞത്. നമ്മളുണ്ടല്ലോ, നമ്മൾ പറയാൻ വിചാരിക്കാതെ നാവ് ഓരോന്ന് പറയുന്ന ഒരു അവസ്ഥകള്, അങ്ങനെ എന്തോ ഒരു തെറ്റ് പറ്റിയിട്ട് എല്ലാവരോടും അതുകൊണ്ട് ഒരുപാട് ക്ഷമ ചോദിക്കുന്നു. പാദസ്പർശം എന്നാണ് കേട്ടോ. അത് ചില മിടുക്കിയ കുട്ടികളെ എനിക്ക് ആ തെറ്റൊക്കെ കാണിച്ചു തന്നു. സന്തോഷമേ ഉള്ളൂ. എല്ലാവരും ഇത് കാണുന്നുണ്ടല്ലോ, എല്ലാവരും എൻ്റെ തെറ്റ് കണ്ടല്ലോ, എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ എല്ലാവർക്കും എൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കാം, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അത് കേട്ടോ. എൻ്റെ കുട്ടികളല്ലേ നിങ്ങളൊക്കെ. കാരണം എല്ലാവരെയും കുട്ടികളെ അമ്മ മക്കളെ ഒന്നും പറയാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയുന്നുണ്ട്. കാരണം എൻ്റെ സമപ്രായക്കാരെ, എൻ്റെ ചേച്ചിമാരെ എല്ലാവരും ഇത് കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ സഹോദരങ്ങളോടും ഞാൻ പറയാണ്, തെറ്റ് പറ്റിയതിന് ഒരുപാട് മാപ്പ് പറയുകയാണ്. ഇനി ഇന്ന് എന്താ ഞാൻ പറയാൻ പോണെന്ന് പെട്ടെന്ന് പറയണ്ടേ. അമ്മ എന്നൊക്കെ ഒരുപാട് പ്രാവശ്യം ആവർത്തിക്കാതെ ഞാൻ നോക്കുന്നുണ്ട്. ഇന്ന് എന്താ പറയുന്നത് വെച്ചാല്, മഴക്കാലത്ത് ഒരുപാട് കുട്ടികൾക്ക് സങ്കടമാണ്. എന്നോട് ചോദിക്കുകയാണ് കമന്റ് ബോക്സിൽ വന്നിട്ട്, അമ്മേ ഈരും പേനും തലയിലെ മുടിക്കായ തലയില, ഇതിനൊക്കെ എന്താ അമ്മ ഒരു സൊല്യൂഷൻ? ഒരുപാട് കുട്ടികൾ ചോദിക്കുകയാണ്. ഞാൻ കമന്റ് ബോക്സിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണുണ്ട്. പക്ഷെ അവരൊന്നും അത് അത്രയും കൂടെ ശരിയായോ അറിയില്ല. ഇനി എത്ര പേർക്ക് സംശയം ഉണ്ടെന്ന് അറിയില്ല. അപ്പൊ അത് എന്താന്നുള്ളതൊന്ന് കാണിച്ചു തരും കൂടിയും ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ മഴക്കാലത്തെ മുടി സംരക്ഷണത്തിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വേനൽക്കാലം പോലെയല്ല മഴക്കാലം. കൂടുതൽ മുടി വളരണ സമയം മഴക്കാലാണ്. കാരണം മഴക്കാലത്ത് നമ്മളെ ശരീരം ഒരേപോലെ തണുത്തിരിക്കും അല്ലേ. മുടിയും ശരീരമൊക്കെ തണുപ്പാണ്. അപ്പൊ മുടി വളർച്ച കൂട്ടും. മുടിക്ക് എപ്പോഴും തണുപ്പ് വേണം. പക്ഷെ എല്ലാവർക്കും ഈ തണുത്ത സാധനങ്ങൾ തലയിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. ബാലൻസ് പ്രശ്നം, മൈഗ്രെയിന്, അങ്ങനെ നീരിറക്കം, പലതല്ലേ, ചുമ, ആസ്മ, അങ്ങനെയുള്ളവർക്കും തണുപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ വേണം നമ്മൾ മഴക്കാലത്ത് ഉപയോഗിക്കാൻ. നമുക്ക് മൈഗ്രെയിൻ വന്നാൽ ബുദ്ധിമുട്ടായി, ബാലൻസ് പോയ പ്രശ്നമാണ്. അപ്പൊ അതിനൊക്കെ പറ്റിയൊരു സൊല്യൂഷൻ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എന്നത്തെയും പോലെ ആദ്യ ദിനചര്യ തുടങ്ങണത് വെള്ളം കുടിയിൽ തന്നെ ആയിക്കോട്ടെ കേട്ടോ. വെള്ളം കൂടി എന്തിനാ ഇങ്ങനെ പറയണമെന്ന് എല്ലാവർക്കും ഉണ്ടാവും വിചാരം അല്ലേ. പക്ഷേ ഈ വെള്ളം മഴക്കാലത്ത് നമ്മൾ മറക്കണ ഒരു കാര്യമാണ്. ഉലുവ വെള്ളത്തിലിട്ട് അതിന്റെ വെള്ളം കുടിക്കാം, എള്ള് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം കുടിക്കാം. ഞാൻ ഇപ്പൊ സാധാ നോർമൽ ചുക്കുവെള്ളം കുറച്ച് സമയമായിരുന്നു കേട്ടോ, അതൊക്കെ ഞാൻ കുടിച്ചിട്ടുണ്ട് രാവിലെ. ഉലുവ വെള്ളം ഇതിങ്ങനെ തുടങ്ങിക്കോളൂ. ഒന്നല്ല, ഞാൻ കുടിക്കുന്ന കാണുമ്പോഴെങ്കിലും എല്ലാവർക്കും ഓർമ്മ വരും, വെള്ളം കൂടി മുടി വളർച്ചയ്ക്ക് ഒരുപാട് നല്ലതാണ് കേട്ടോ. അപ്പൊ നമ്മൾ എങ്ങനെ ദിവസം തുടങ്ങുക എന്ന് പറഞ്ഞു തരാം. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ മുടി ഒന്ന് ആദ്യം കെട്ടിറക്കണം. നമ്മൾ വലിയ ചീർപ്പ്, ഇങ്ങനത്തെ പല്ലുള്ള ചീർപ്പുകൊണ്ട് ആദ്യം മുടി കൊണ്ട് ചീന്തല്ല കേട്ടോ കുട്ടികളെ വേണ്ടത്. പറയണേൽ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ ക്ഷമിച്ചോളൂ. ആദ്യം വേണ്ടത് നമ്മൾ കൈ കൊണ്ട് മുടി രണ്ട് പുറത്തേക്ക് വിട്ട് വേറെ എത്തിയതിൻ്റെ ശേഷം ഈ ചീർപ്പ് കൊണ്ട് നന്നായി മുടി, ഞാൻ ഇപ്പോൾ ചീവി കൂടൊക്കെ കളഞ്ഞിരിക്കുകയാണ് കേട്ടോ. എണ്ണ തേച്ച് കാണിച്ചു തരാം. ഞാൻ അടിയിൽ നിന്ന് കൂട് കളഞ്ഞ്, ഇത് മസ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ ഈ ചീർപ്പ് നമ്മൾ എപ്പോഴും വാങ്ങിച്ചോളൂ. കാരണം ഈ മുടിക്കായയുടെ പ്രശ്നമാണ്. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ഞാൻ പറയണ പേന, ഈര, മുടിക്കായ ഇത് പോകാനുള്ളൊരു മരുന്നാണ്. അപ്പൊ ഇങ്ങനത്തെ ചീർപ്പ് കൊണ്ട് ചീന്തിയില്ലെങ്കിൽ മുടി മുഴുവനും പിന്നെന്താ പറയാ, കായുള്ളോടത്തുനിന്ന് പൊട്ടിപ്പോവും. കണ്ണകലുള്ള ചീർപ്പ് വേണം കേട്ടോ. അടുത്തടുത്തുള്ള ചീർപ്പ് കൊണ്ട് നിങ്ങൾ ചീവാതെ നോക്കണം. പേൻ ചീവണവർ ശ്രദ്ധിക്കണം. ഒക്കെ ഈ അണഞ്ഞ ചീർപ്പ് കൊണ്ട് ചീന്നുമ്പോൾ പൊട്ടി മുടി മുഴുവൻ പോകും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇങ്ങനത്തെ ചീർപ്പ് കൊണ്ട് ചീന്തിയതിന് ശേഷം ഇങ്ങനെ നമ്മളൊരു ബൗളിൽ ലേശം, എത്ര എണ്ണ വെച്ചാൽ നിങ്ങൾ ഒരുപാട് തേക്കേണ്ട മഴക്കാലത്ത്. ഇത് ഞാൻ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ എണ്ണ ഡബിൾ ബോയിലിംഗ് ചെയ്ത എണ്ണയാണ്. ചെറിയൊരു ചൂടിനെ കണ്ടല്ലോ, ഒരുപാട് തേക്കേണ്ട, നിങ്ങളുടെ ഇഷ്ടത്തിന്. ഒരുപാട് തേക്കാതെ കണ്ടോ, ഇങ്ങനെ കയ്യിലേക്ക് എണ്ണ എടുത്തിട്ട് നമ്മൾ എന്താ പറയുക, കറുത്ത മുടിയിൽ ചെറുതായിട്ടൊരു മസാജ് കൊടുക്കുക. ഈ എണ്ണ തേച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടമാണ് എണ്ണ തേക്കലൊക്കെ കേട്ടോ. ഒരുപാട് തേക്കേണ്ട, ഒരു സ്പൂണിലധികം നിങ്ങൾ തലയിൽ ആഡ് ചെയ്യേണ്ട. ഇളം ചൂടുള്ള എണ്ണ ഇത് തേക്കുമ്പോൾ തന്നെ നമ്മളെ മുടി വളർച്ച കൂടും. കാരണം എന്താ വെച്ചാൽ നമ്മൾ പോൾസുകളൊക്കെ തുറക്കുന്നുണ്ട് ഈ സമയത്ത്. നമ്മൾ മുടി അടിവേരുന്ന് വളർന്നു വരാൻ, തലപ്പത്തു നിന്നല്ലല്ലോ വളരുന്നത്. അത് കാരണം നമ്മൾ ഇളം ചൂടുള്ള എണ്ണ അങ്ങനെ തലയിൽ തൊട്ട് തേക്കണം കേട്ടോ ആദ്യം. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. മുടിക്കായക്കുള്ളൊരു സൊല്യൂഷൻ കണ്ടോ,
ഇത് നമ്മളെ കഴിക്കണ വേപ്പിന്റെ ഇലയാണ്. ഇത് നമ്മൾ ഊരിയെടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചാൽ ഇത് 2 തരത്തിൽ ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ ഊരിയെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചതിന്റെ ശേഷം അത് നമ്മൾ അരിച്ചിട്ട് തലയിൽ മുഴുവനും സ്കാൽപ്പിൽ ഇതേപോലെ എണ്ണ തൊട്ട് മാടിയിട്ട് ആഡ് ചെയ്തതിന്റെ ശേഷം, അപ്പോൾ ഇതിങ്ങനെ പച്ചയ്ക്ക് അരച്ച് കഴിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്, നമ്മളെ മുടിയിൽ ചെറിയൊരു ഈർപ്പം നിൽക്കണം. ഈർപ്പം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് മുടിയൊന്ന് ഇളം ചൂടുവെള്ളം കൊണ്ട് നനച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് ഇളം ചൂട് വെച്ചാൽ ഒരു അത്യാവശ്യം കൈയിടാൻ പറ്റുന്ന ഒരു ചൂടുള്ള വെള്ളമാണ്. കണ്ടോ, കൈയിടാൻ പറ്റും. അതിൽ നമ്മളുടെ തോർത്ത് മുക്കി പിഴിയുക. ഇങ്ങനെ മുടിക്കായ ഉള്ളവര് കഴിക്കണ വേപ്പിന്റെ ഇല പച്ചയ്ക്ക് ഊരിയിട്ട് മിക്സിയുടെ ജാറിൽ അരിച്ചിട്ട് എടുക്കണത് ഒരു തേക്കുമ്പോൾ ചെയ്യേണ്ട ഒരു മെത്തേഡാണ്. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മുടി ഒന്ന് സ്മൂത്ത് ആവും, മുടി വളർച്ച കൂട്ടും. പിന്നെ മുടിക്കായ ഉള്ളവർക്കും ഇത് സൂപ്പറാട്ടോ. ഇത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ഇളം ചൂട് കൊടുക്കണ നമ്മൾ മുടിയിൽ ഒരു 3 പ്രാവശ്യം ഇങ്ങനെ ചെയ്താൽ നമ്മളെ മുടി അത്യാവശ്യം ചൂടും കിട്ടും, നമ്മളെ മുടി ഒന്ന് സ്മൂത്ത് ആവും ചെയ്യും, ചെറുതായിട്ടൊന്ന് നനയും ചെയ്യും. കണ്ടല്ലോ, ഇങ്ങനെ ഞങ്ങളിത് അമ്മ താളി പിഴിയണതാണ് കുട്ടികളെ ഈ തോർത്തുണ്ടേ. അപ്പൊ ഇത് ഇതിനൊക്കെ പറ്റുന്നതാണ് കേട്ടോ. ഇതിങ്ങനെ നമ്മളൊന്നിങ്ങനെ നമ്മളെ മുടിയിലേക്കൊക്കെ ഒന്നൊരു ചൂട് ചെറുതായിട്ട് കൊടുത്തു. കണ്ടോ, നമ്മളെ മുടി ഒന്ന് സ്മൂത്ത് ആവും. ഇത് ഞാൻ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ, വീഡിയോ ലോങ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുകൊണ്ട് ഇത് നിങ്ങൾ 3 പ്രാവശ്യം ഇങ്ങനെ തലയ്ക്ക് ചെറിയൊരു ചൂട് ഇങ്ങനെ നിങ്ങൾ കൊടുത്തോളണം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് പറയാം. ഇതിപ്പോ ഞാൻ തലേന്ന് എടുത്തു. നിങ്ങളിങ്ങനെ ഒരു 1 മിനിറ്റ് തലയിൽ വെച്ചിട്ട് 3 പ്രാവശ്യം ഇങ്ങനെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ കഴിക്കണ വേപ്പിന്റെ ഇല കഴുകി നന്നായിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം, വെള്ളം അധികം കൂട്ടാതെ, ഇനി വെള്ളം കൂട്ടണം എന്നുള്ളവർക്ക് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കൂട്ടിയിട്ട് അരച്ച് പിഴിഞ്ഞിട്ട് അതിന്റെ ജ്യൂസ് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് തലയിൽ മുഴുവനും പുരട്ടിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങളിത് കഴുകി കളയണം. കഴുകി കളഞ്ഞതിന് ശേഷവും ഇതേപോലത്തെ ആവി നിങ്ങൾ കൊടുക്കണം. ഞാൻ ഇപ്പൊ കാണിച്ച മെത്തേഡില്ലേ, അത് 3 പ്രാവശ്യം നിങ്ങൾ ചെയ്യണം. എങ്കിൽ മുടിക്കായൊക്കെ മുടി സ്മൂത്ത് ആവണോട് കൂടി കുറേ പൊഴിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ 3 ദിവസം ചെയ്യണം. അതൊരു മെത്തേഡാണ്, ഓർത്ത് വെച്ചോളൂ, സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം. കേട്ടിട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്നും കൂടി കേട്ടോളൂ. പിന്നെ അമ്മോട് ചോദിച്ചോളൂ, അമ്മ ഇരിക്കല്ലേ, നിങ്ങളെ സംശയം പറഞ്ഞു തരാൻ തന്നെയല്ലേ അമ്മ, പിന്നെ എന്തിനാ അമ്മ? ഓക്കെ, അപ്പൊ അമ്മ പറഞ്ഞു തരൂ കേട്ടോ. ഇനി 2ാമത്തെ മെത്തേഡ് എന്താന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടത് എന്താന്ന് പറയുകയാണ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളൂ. നമ്മളെ മുടി മുഴുവനും മുങ്ങാനുള്ള അത്രയും വെള്ളം എടുക്കാം. ഇത് കുറച്ച് വെള്ളേ കാണിക്കണുള്ളൂ. എനിക്ക് മുടിക്കായ ഇല്ലാത്തതുകൊണ്ട് ഞാനിത് മുടിയിൽ നിന്ന് തേച്ച് കാണിച്ചു തരുന്നില്ല കേട്ടോ. എന്താ ചെയ്യേണ്ടത് കാണിച്ചു തരാം. ഇത് ഞാൻ കഴുകി ഉണങ്ങാൻ വെച്ചതാണ്. ഈ കൊമ്പ് നിങ്ങൾക്ക് കഴുകിയിട്ട് തന്നെ എടുക്കണം. മഴക്കാലല്ലേ, മാറുകാല പാടില്ല കേട്ടോ. ചെറിയ പ്രാണികൾ ഉണ്ടാവും, അത് കൂടുതൽ ബുദ്ധിമുട്ടാവും. അതിന് നമ്മളിങ്ങനെ ഈ കഴിക്കണ വേപ്പിന്റെ ഇല ഇതിലിട്ടിട്ട് തിളപ്പിക്കുകയാണ്. മുടിക്കായ പോവാനും പേൻ, ഈര്, അതുപോലെ തല ചൊറിച്ചില്, തലയിൽ ഈ മഴക്കാലത്ത് ഉണ്ടാവുന്ന കുരുക്കള്, വേദന ഉള്ള കുരുണ്ട് ചിലവർക്ക് വേദന ഇല്ലാതെ ചൊറിയണ കുരുണ്ട്. അതിനൊക്കെ ഒരു രാജാവാണ് കേട്ടോ, മഴക്കാലത്തെ രാജാവാണ് നമ്മളുടെ ഈ കഴിക്കണ വേപ്പിന്റെ ഇല. ഇതിന്റെ താഴെയുള്ളൂ ബാക്കിയുള്ള എല്ലാ സൊല്യൂഷനും മഴക്കാലത്ത് രാജാവും നമ്മൾ ആര്യവേപ്പില. കാരണം കഴിക്കണ വേപ്പില. കണ്ടല്ലോ, ഇത് നല്ലോണം ഒരു 10 മിനിറ്റ് തിളയ്ക്കണം കേട്ടോ. തിളച്ചതിന്റെ ശേഷം നമ്മൾ ഇത് ഊറ്റണം. തിളച്ചതിന് ശേഷം ഈ ഇല ഇല്ലാതെ നമ്മൾ ഊറ്റിയതിന്റെ ശേഷം നമ്മളിത് ഒരു ഇളം ചൂടേ പാടുള്ളൂ, അധികം ചൂട് പാടില്ല. ഒരു ഇളം ചൂടിന് നമ്മളുടെ തലയുടെ തലപ്പത്ത് കൂടെ ആദ്യം തേക്കണം. ഇളം ചൂട്, നമ്മുടെ സ്കാൽപ്പിൽ ഇത് ചൂട് വേണ്ട. സ്കാൽപ്പിൽ ചൂടില്ലാതെയാവും. അപ്പോഴേക്കും ഇത് തലപ്പ് ഇതിൽ നമ്മളിട്ട് മുക്കുകയാണ്. ഇളം ചൂടുള്ള ഇല. നമ്മൾ കുളിക്കാൻ തലയിൽ കുട്ടികൾക്ക് ചൂടുവെള്ളം വെക്കാൻ കണ്ടിട്ടില്ലേ നിങ്ങള്? നമ്മൾ വെയിലത്ത് ചൂടാക്കിയ വെള്ളമൊക്കെ എത്ര ചൂടേ ഉണ്ടാവുള്ളൂ, കണ്ടിട്ടില്ലേ? ആ ചൂടിന് വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് ഇനി നമ്മൾ അരിച്ചെടുക്കണം. ഞാനൊരു പാത്രം എടുക്കട്ടെ കേട്ടോ. ഇതാ നമ്മളിതുണ്ടോ ഇലപ്പെടാതെ അരിച്ചെടുത്തു. കണ്ടല്ലോ, ഒറ്റ ഇല പോലും നമ്മൾ പെടുന്നില്ല, അത് അരിച്ചെടുത്തു. ഇനി നമ്മളിത് തണുക്കണം. ഒരു ലൈറ്റ് ചൂട് നമ്മളെ ഇഴകളിൽ കുഴപ്പമില്ല, ലൈറ്റ് ചൂട്. നമ്മൾ കുട്ടികളെ കുളിപ്പിക്കണ ചൂട്, നമ്മൾ വെയിലത്ത് വെച്ച വെള്ളത്തിന്റെ ചൂട് അത്രേ പാടൂ. കടും ചൂടൊന്നും പാടില്ല, നമുക്ക് കൂടുതൽ ദോഷം ചെയ്യും. കടും ചൂട് നമ്മൾ പാടില്ല ഈ മുടിയുടെ ഇഴകളിലാണെങ്കിലും. എന്നിട്ട് നമ്മൾ ഇത് കയ്യിൽ മുക്കിയിട്ട് നമ്മളെ സ്കാൽപ്പിൽ മുഴുവനും കവർ ചെയ്ത് തേച്ചതിന്റെ ശേഷം കുമ്പിട്ട് നിന്നിട്ട് ഈ വെള്ളത്തിൽ നമ്മൾ എങ്ങനെ കുളിക്കുമ്പോൾ താലിയൊക്കെ തേക്കുമ്പോൾ ബക്കറ്റിലിട്ടിട്ട് നിങ്ങളെങ്ങനെ എന്താ അതിന് പറയാ, മുടി ഇങ്ങനെ ഒലുമ്പി കുളിക്കുക.
അങ്ങനെ ഇത് നിങ്ങൾ ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഇതിൽ ഒലുമ്പുക. അങ്ങനെ ആഴ്ചയിൽ നിങ്ങൾ 3 പ്രാവശ്യം ഇങ്ങനെ ഒലുമ്പി കുളിക്കും ഇതില്. എന്നിട്ട് പിന്നെ ഞങ്ങൾ നോർമൽ വെള്ളത്തിൽ കഴുകി കളയാൻ. ഇനി കഴുകി കളഞ്ഞില്ലെങ്കിലും കഴിക്കണ വേപ്പിന്റെ ഇല നമ്മളെ മുടിക്ക് നല്ലതാണ്. വെള്ളം ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് മുടി കഴുകണം ഒരു ഇഷ്ടം പോലെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ വെള്ളത്തിൽ കഴുകി കളഞ്ഞതിന് ശേഷം കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ആദ്യം കാണിച്ചില്ലേ ടവല് വെള്ളത്തിൽ മുക്കിയിട്ട് ഒരു തോർത്താണ് വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മളെ മുടിയിലൊന്നും ഇങ്ങനെ കെട്ടിവെക്കേണ്ട. ഈ നമ്മുടെ ഈ ശിരസിന്റെ അവിടെയൊന്നും നിങ്ങൾ ഒരുപാട് ചൂടൊന്നും കൊടുക്കണ്ട. അതൊക്കെ നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. എങ്കിലൊരു ഇളം ചൂട് ദോഷമില്ല താനും. പക്ഷെ മുടിയിഴകളിൽ നിങ്ങൾ അത്യാവശ്യം ഒരു ചൂട് കൊടുക്കണം. എങ്കിൽ ആ കായൊക്കെ ഉരുണ്ട് പോണുണ്ട്, പൊഴിഞ്ഞു പോണുണ്ട്. ഇതേപോലെ പച്ച ഇറച്ചിയിലും നിങ്ങൾ ഈ ചൂട് കൊടുക്കണം. കാരണം മുടി കുളിച്ചതിന്റെ ശേഷം. പിന്നെ സാധാ മുടി വളർച്ചയ്ക്ക് നമ്മൾ ഇത് ചെയ്യാം. ആഴ്ചയിൽ ഓരോ ദിവസം നമ്മൾ എണ്ണ തേച്ചതിന്റെ ശേഷം തോർത്ത് ഇളം ചൂടുള്ള ഇളം എന്ന് പറഞ്ഞൊരു പാകതയിലൊരു ചൂടുള്ളതിൽ പൊള്ളണതൊന്നും തിളച്ചതൊന്നും ആരും അബദ്ധം ചെയ്തേക്കരുത്. ഇളം ചൂടേ പാടുള്ളൂ. അത് ദോഷമില്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ കേട്ടോ. എന്നിട്ട് നിങ്ങൾ അതിൽ മുക്കി പിഴിഞ്ഞ് മുടി ഒന്ന് ഒരു ചെറിയൊരു ആവി കൊള്ളിക്കുക. അപ്പോൾ നമുക്ക് മുടി വളർച്ച കൂട്ടും. അപ്പൊ ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചോളൂ. ഞാൻ ശരിയായ കാര്യങ്ങൾ തിരുത്തി തരും. ഓക്കെ. അപ്പോൾ ഇനി ഞാൻ എന്നും പറഞ്ഞ പോലെ തന്നെ പറയാണ്. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.